ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കി കേൾക്കാണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? റെസ്പോണ്ട് ചെയ്യും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എങ്ങനെ ഒരു ഡെസിമൽ നിന്ന് ബൈനറി ആക്കാം, ബൈനറി നിന്ന് തിരിച്ച് ഡെസിമൽ ആക്കാം, ഡെസിമലിൽ നിന്ന് എങ്ങനെ ഒക്ട ആക്കാം, ഒക്ടയിൽ നിന്ന് തിരിച്ച് എങ്ങനെ ഡെസിമൽ ആക്കാം എന്നുള്ളതാണ്. നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ദിസ് ഡീൽസ് വിത്ത് എ ലോട്ട് ഓഫ് നമ്പർ സിസ്റ്റംസ്. അപ്പൊ ഇതിൽ നമുക്ക് കുറേ കൺവേർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി ഓരോ നമ്പർ സിസ്റ്റം പഠിച്ചു കഴിയുമ്പോൾ ഓരോന്നിൽ നിന്ന് മറ്റതിലേക്ക് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് ഒക്ട നമ്പർ, ഒരു ഒക്ട നമ്പർ തന്നാൽ അതിനെ എങ്ങനെ ബൈനറി ആക്കാൻ പറ്റും, എങ്ങനെ ഒരു ഒക്ടയിൽ നിന്ന് ബൈനറി ആക്കാൻ പറ്റും. ഒക്ട ടു ബൈനറി, ഇതാണ് നമ്മുടെ അടുത്ത ഹെഡിങ്. സപ്പോസ് നമ്മൾ ഒരു ഒക്ട നമ്പർ എടുക്കാം, 2, 3, 4 to the base 8. ഈ നമ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് നമ്പറാണ്, ഒരു ഒക്ടൽ നമ്പറാണ്. കാരണം ബേസ് 8 ആണ്. സോ ഹൗ യു ക്യാൻ കൺവേർട്ട് ദിസ് ഒക്ടൽ നമ്പർ ടു എ ബൈനറി. We have studied how to convert an octal number to a decimal number into 8 എന്നൊക്കെ പവർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ഒക്ടൽ നിന്ന് ബൈനറി ആയിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും. അപ്പൊ സോ ഫാർ വി ഹാവ് സ്റ്റഡീഡ് ഹൗ ടു കൺവേർട്ട് എ ഡെസിമൽ ടു ബൈനറി. ഡെസിമലിന് എങ്ങനെ ബൈനറി ആക്കാൻ പറ്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഒക്ടൽ എന്നാക്കാം, ഇത് നമുക്കൊരു വളഞ്ഞ വഴി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആദ്യം ഒക്ടൽ നമ്പറിനെ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ഒക്ടൽ നമ്പറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്തതിനെ ഒരു ഡെസിമൽ ആക്കാൻ പറ്റും നമുക്കറിയാം. സോ ഫസ്റ്റ് യു കൺവേർട്ട് ദിസ് ഇൻ ടു ഡെസിമൽ ആൻഡ് ദെൻ ഫ്രം ദാറ്റ് ഡെസിമൽ ടു ബൈനറി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരു വളഞ്ഞ വഴിയാണ്. അപ്പൊ അതിനെക്കാട്ടും വളരെ എളുപ്പമായിട്ടുള്ള വഴിയില്ല. ആദ്യം എന്ത് ചെയ്യാന്നറിയും, 2, 3, 4 ഓരോ നമ്പർ എടുത്തെഴുതുക. 2, 3, 4 ഓരോ 2, 3, 4 ഓരോ നമ്പർ എടുത്തെഴുതി. എന്നിട്ട് ഈ ഓരോന്നിന്റെയും ബൈനറി എന്താണ് എഴുതുക. ഇപ്പൊ 2ന്റെ ബൈനറി ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിന്റെ ബൈനറി എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇതിനും വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ സൈഡിൽ ഇപ്പൊ നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. 2 എന്നുള്ളതിന്റെ ബൈനറി 1, 0 ആണ്. എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്, നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചാൽ 2നെ ബൈനറി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 2നെ ഡിവൈഡ് ബൈ 2 പ്രാവശ്യം പോവും, ശിഷ്ടം ഒന്നുമില്ല. സോ യു ടേക്ക് ആൻഡ് യു വിൽ ഗെറ്റ് 1, 0. അപ്പൊ 2ന്റെ ബൈനറി എത്രയാണ്, 1, 0. 3യുടെ ബൈനറി എത്രയാണ്, 3യുടെ ബൈനറി യു വിൽ ഗെറ്റ് 1, 1. ആൻഡ് വാട്ട് ഇസ് ദ ബൈനറി ഓഫ് 4? 4ന്റെ ബൈനറി എത്രയാണ്, 1, 0, 0. എങ്ങനെ അറിയാത്ത ആൾക്കാർ ഊഹിച്ചൊന്നും എഴുതരുത്. എങ്ങനെ 4ന്റെ ബൈനറി കിട്ടും, 4ന്റെ ബൈനറി ഒക്കെ നമുക്കറിയാം. ഫസ്റ്റ് 2 റിമൈൻഡർ 0, then 2 remainder answer is 1, remainder is 0. So you will get 1, 0, 0. അപ്പൊ ഈ 3 നമുക്ക് എഴുതി, 2, 3, 4 ഓരോന്നിന്റെയും ബൈനറി നമ്മൾ എഴുതി. ഇനി നമ്മൾ നോക്കുക, ഇതിൽ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്, 1, 0. ഇതിൽ 1, 1. ഇതിൽ എത്ര എണ്ണം, 1, 0. ഇതിൽ 3 മെമ്പർ ഉണ്ട്, ഇതിൽ 2ലും 2 മെമ്പർ വീതിയുണ്ട്. അപ്പൊ ഒരു ഒക്ടയിൽ നിന്ന് ബൈനറി ആക്കണമെങ്കിൽ നമുക്ക് 3 മെമ്പർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ 2 എണ്ണം ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് 3 എണ്ണാക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളൂ, അതിന് ലെഫ്റ്റ് സൈഡിൽ 0 കൊടുത്തിട്ട് 3 എണ്ണാക്കുക. നമ്മളെ പരിപാടി കഴിഞ്ഞു. Then you write the answer. That is ഫസ്റ്റ് 2 അല്ലേ, 0, 1, 0. അടുത്തത് 3 ആണല്ലേ, 0, 1, 1. അടുത്തത് 4 ആണ്, 1, 0, 0. 2. ഇതാണ് 234ന്റെ ഈ 234ന്റെ എന്ത് ഒക്ടൽ നമ്പർ. അപ്പൊ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് 0 വന്ന് നമുക്ക് ഒഴിവാക്കി നമുക്ക് ആൻസർ തന്നെ എഴുതാം. അത് നമുക്ക് ഒഴിവാക്കാം. 1, 0, 0, 1, 1, 1, 0, 0. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓരോ നമ്പർ ആദ്യം എടുത്തെഴുതുക, അതിൽ നിന്ന് അതിന്റെ ഓരോന്നിന്റെയും ബൈനറി എടുത്തെഴുതുക, ഇതിന് 3 എന്നുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരുമിച്ച് എഴുതുക. യു ക്യാൻ ടേക്ക് ദാറ്റ്. എഴുതിക്കോളൂ. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ 6, 2, 5. ഇതിനെ എങ്ങനെ ഒരു ഒക്ടലാക്കി ബൈനറിയാക്കി മാറ്റാൻ പറ്റും. ഒക്ടൽ നമ്പറാണ്, ഇതിനെ എങ്ങനെ ബൈനറിയാക്കി മാറ്റാൻ പറ്റും, അതാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോന്നിന്റെയും വേറെ വേറെ നമ്പർ മാറ്റി എടുക്കരുത്. 6, 2, 5. 6 എന്നുള്ളതിന്റെ ബൈനറി എത്രയാണ്, 1, 1, 0. 2ന്റെ ബൈനറി എത്രയാണ്, 1, 0.
5ന്റെ ബൈനറി എത്രയാണ് 101. എങ്ങനെ 6ന്റെ ബൈനറി കിട്ടി 110 കിട്ടി? 6 എന്നുള്ളതിന്റെ ബൈനറി കണ്ടു നോക്കാം. നിങ്ങൾ അറിയാത്ത ആൾക്കാരെ കണ്ടു നോക്കാം കേട്ടോ. 2 3 ആൻസർ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യും, മൈക്ക് മ്യൂട്ട് ചെയ്യും എല്ലാവരും. മിക എല്ലാവരും മൈക്കൊന്ന് ഇതാക്കുക. ഹലോ then 2 answer is 1, the remainder is 1. So 110. അതാണ് 6ന്റെ ആൻസർ 110. 2ന്റെ ആൻസർ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു 10 നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിനെ 10 എഴുതി. 5ന്റെ ആൻസർ എങ്ങനെ കിട്ടും? 5 divided by 2, answer is 2, remainder is 1, then 2. കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഹലോ, റെസ്പോണ്ട് ചെയ്യും. കേൾക്കുന്നില്ലേ? എന്നാ ഒരാളുടെ മാത്രം പ്രശ്നമായിരിക്കും അത്. നിങ്ങൾ ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ആൾക്കാർ കേൾക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഒന്ന് വിളിച്ചൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേൾക്കാനില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 1-2 ആൾക്കാർക്ക് ഒന്നും വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയില്ല. So the answer is 2 here, the answer is 1 here, the answer is 0. So you take, it is 101, the answer is 101. അപ്പോൾ ഇവിടെ 1 2 3 ഉണ്ട്, ഇവിടെ 2 എണ്ണം മാത്രമേ ഉള്ളൂ, ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ യു വിൽ പുട്ട് എ 0 here. ഇനി എന്താ എഴുതാം? ആൻസർ തിരിച്ച് നേരിട്ട് എഴുതാം. ഇറ്റ് ഈസ് 1 1 0 0 1 0 1 0 1 to the base. So this is the binary equivalent of 625. Then ഈ 625 എന്നുള്ളതിന്റെ ബൈനറി ഇക്വലന്റ് ആണ് 1 1 0 0 1 0 1 0 1. ഈ രണ്ട് പ്രോബ്ലം എഴുതിയിട്ടുള്ളൂ. ഇത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെഷനിലേക്ക് പോവാം. എങ്ങനെ ഒരു ഇപ്പൊ ഒക്ട ടു ബൈനറി ആണ് ചെയ്തത്. ഇനി ബൈനറി ടു ഒക്ട എങ്ങനെ ചെയ്യാൻ പറ്റും? അടുത്ത കണ്ടിക്കോളൂ. ബൈനറി ടു ഒക്ട, ബൈനറി ടു ഒക്ട എങ്ങനെ ചെയ്യും? ഒരു തരത്തിൽ ബൈനറി നമ്പർ നമുക്ക് തന്നു. ആ ബൈനറി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് സപ്പോസ് ഇറ്റ് ഈസ് 1 0 1 1 1 0 1 0 1 1 0 1. ഇത് ലിസ്റ്റ്. ഇതിനെയാണ് നമുക്ക് എന്താക്കി മാറ്റേണ്ടത്? ഒക്ടയാക്കി മാറ്റേണ്ടത്. എങ്ങനെയാണ് ഒരു ബൈനറി ഒക്ടയാക്കി മാറ്റുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, വളഞ്ഞ വഴിയാണ്. അതായത് ആദ്യം ഈ ബൈനറി നമ്പറിനെ എന്താക്കുക? ഡെസിമൽ നമ്പർ. ആ ഡെസിമലിനെ ഒക്ടയാക്കി. പക്ഷെ ഇതിനെയൊക്കെ ബൈനറി നമ്പർ ഒക്കെ ഡെസിമലൊക്കെ ആക്കി മാറ്റി വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. കാരണം 2 to the power കുറേ വരും. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നേരത്തെ ചെയ്തതിന്റെ റിവേഴ്സ് പ്രോസസ്, നേരത്തെ ഒക്ടയിൽ ബൈനറി ആക്കാൻ ഉപയോഗിച്ചതിന്റെ റിവേഴ്സ്. കാരണം ബൈനറി ടു ഒക്ടയാണ്, നേരെ തിരിച്ചാണ് ചെയ്തത്. So first you take first 3 ഒരു ഗ്രൂപ്പ്, നെക്സ്റ്റ് 3 അടുത്ത ഗ്രൂപ്പ്, നെക്സ്റ്റ് 3 അടുത്ത ഗ്രൂപ്പ്, നെക്സ്റ്റ് 3 അടുത്ത ഗ്രൂപ്പ്. അപ്പോൾ 3 എണ്ണം വീതമുള്ള ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റുക. എന്നിട്ട് ഇവിടെ മാറ്റി എഴുതുക. ആദ്യത്തെ ഗ്രൂപ്പ് ഏതായിരുന്നു? 1 0 1. അടുത്ത ഗ്രൂപ്പ് ഏതാണ്? 1 1 0. അടുത്ത ഗ്രൂപ്പ് ഇറ്റ് ഈസ് 1 0 1. അടുത്ത ഗ്രൂപ്പ് 1 0 1. ഇതാണ് 4 ഗ്രൂപ്പുകൾ. ഈ 4 ഗ്രൂപ്പിനും നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയത് എന്തായിരുന്നു? നമുക്കൊരു
നമ്പറിന്റെ ബൈനറി നമ്മൾ എഴുതിയത്. അപ്പൊ നമുക്കറിയാം ഈ ബൈനറി വേറെ ഏതോ ഒരു ഡെസിമൽ നമ്പറിന്റെ ബൈനറി നമുക്കറിയാം. അപ്പൊ 101 എന്നുള്ളത് ഏത് ഡെസിമൽ നമ്പറിന്റെ ബൈനറിയാണ്? അത് 5ന്റെ ബൈനറി. അപ്പൊ നിങ്ങൾ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു, ആ ഒരു പേപ്പർ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ 5ന്റെ നേരെ നോക്കിയപ്പോൾ 101 ആയിരിക്കും ഉണ്ടാവും. ഇനി അത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? 101ന്റെ ബൈനറി ഏതാ? 101 എങ്ങനെ ഡെസിമൽ ആക്കി മാറ്റാൻ പറ്റും? നമുക്കറിയാം. 101 എങ്ങനെ ആക്കി മാറ്റാൻ പറ്റും? 1 × 2 plus 0 × 2 plus 1 × 2. 0, 1, 2. 2 square, it is 4. 4 × 1 is 4. ഇവിടെ 0 ആണ്. Plus 2 raised to 0, it is 1. So 4 plus 1, 5 ആണ്. ഇനി 110. 110ന്റെ ഏതാണ് നമ്പർ വരുന്നത്? 110ന്റെ എന്ത് ചെയ്യും? 1 × 2 plus 1 × 2 plus 0 × 2 is 0, 1, 2. That is 2, 4. 2 raised to 1 എത്രയാണ്? 2 വരും. Plus 0, so 6. അപ്പോൾ 110 ഏതിൻ്റെയാണ്? 6 ആണ്. 101 ഏതാണ്? 5 ആണ്. 101 5 ആണ്. നമുക്കിത് നേരെ തുടർച്ചയായിട്ട് എഴുതിയാൽ മതി. നമ്മൾ ആൻസർ കിട്ടി കഴിഞ്ഞു. 5, 6, 5, 5 to the base 8. അപ്പൊ ഈ നമ്പറിന്റെ, അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ബൈനറി നമ്പറിന്റെ ഒക്ടൽ നമ്പർ ഏതാണ്? ഇതാണ് നമുക്ക് വേണ്ട ആൻസർ, ഒക്ടൽ നമ്പർ. അപ്പൊ ഇതിൽ ചെയ്തത് എന്തൊക്കെയായിരുന്നു? ടേക്ക് ഫ്രം ദ റൈറ്റ് സൈഡ്, ടേക്ക് 3 മെമ്പർ ഗ്രൂപ്പ്. ആദ്യത്തെ 3 ഗ്രൂപ്പ്, അടുത്ത 3 അടുത്ത ഗ്രൂപ്പ്, അതിന്റെ അടുത്ത 3 അടുത്ത ഗ്രൂപ്പ്, അതിന്റെ അടുത്ത 3 അടുത്ത ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പ് മാറ്റി എഴുതി. ആ ഓരോ ഗ്രൂപ്പിന്റെയും ഡെസിമൽ എന്താണ് അതെടുത്ത് എഴുതി. ഓരോ ഗ്രൂപ്പിന്റെയും ഡെസിമൽ നമ്പർ എന്താണ് അതെടുത്ത് എഴുതി. അപ്പോൾ പരമാവധി നമുക്കറിയാം ഒരു ഒക്ടലിന് വരുന്ന നമ്പർ എത്രയാണ്? 7 വരുള്ളൂ. കാരണം 0 മുതൽ 7 വരെയുള്ള നമ്പറാണ് എന്തുള്ളൂ? ഒക്ടൽ നമ്പറിൽ വരുള്ളൂ. കാരണം ബേസ് 8 ആണ്. 8 വരും ഒക്ടൽ നമ്പറിൽ വരില്ല. അപ്പോൾ 0 മുതൽ 7 നമ്പർ വരെയുള്ള 7 വരെയുള്ള ഏത് നമ്പറും അതിൽ വരാം. അതാണ് ഇങ്ങനെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഇത് ആദ്യത്തെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 1 1 0 1 0 1 1 1 1 0 0 1 0. ബേസ് 2 ഉണ്ട് വിചാരിച്ചു. ബേസ് 2 ഇതിനെ എങ്ങനെ നമുക്ക് ഒക്ടൽ, ഇതൊരു ബൈനറി നമ്പറാണ്. ബേസ് 2 ഉണ്ട്, 1 0 മാത്രമല്ല, ബേസ് 2 ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ബൈനറി നമ്പർ. ഹൗ യു ക്യാൻ കൺവേർട്ട് ദിസ് ബൈനറി നമ്പർ ടു ഒക്ടൽ നമ്പർ? So take first 3, then next 3, then next 3, then next 3. അപ്പോൾ ഇവിടെ ഒരു 1 മാത്രം ബാക്കി നിൽക്കണ്ടല്ലേ. അപ്പോൾ നമുക്ക് സൗകര്യത്തിന് എന്ത് ചെയ്യാം? 2 0 ഇട്ടിട്ട് അതിനെയും കൂടി എന്താക്കാം? 3 ഗ്രൂപ്പാക്കി മാറ്റാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഓരോരോ ഗ്രൂപ്പ് ഇട്ട് എഴുതാം. 0 0 1. അടുത്ത ഗ്രൂപ്പ് ഏതായിരുന്നു? 1 0 1. പിന്നെ ഏതായിരുന്നു? 0 1 1. അടുത്ത 1 1 0. അടുത്ത 0 1 0. സീറോ 0 1ന്റെ ബൈനറി എത്രയാണ്? 1. അപ്പൊ അത് ഞാൻ ഇവിടെ 2 0 നിങ്ങൾക്ക് 3 ഗ്രൂപ്പാക്കി മാറ്റാൻ വേണ്ടി ലെഫ്റ്റിലേക്ക് എഴുതിയാണ്. അതിന്റെ ആവശ്യമില്ല. 1 മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ധാരാളം മതി. പക്ഷെ യൂണിഫോമിറ്റിക്ക് വേണ്ടി 3 ഗ്രൂപ്പാണ് ആക്കുന്നതെന്ന് ആദ്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഇനി ഭാവിയിലൊക്കെ നമുക്ക് കിട്ടും. 101ന്റെ ബൈനറി എത്ര നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്? 101ന്റെ ഏതിന്റെ ബൈനറിയാണ്? 5 ആണ്. 011 എന്നുള്ളത് ഏത് ഡെസിമലിന്റെ ബൈനറിയാണ്? അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് 011നെ ഡെസിമലാക്കി മാറ്റി നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ നോക്കിയപ്പോൾ 011 ആണ് അല്ലേ? അപ്പൊ അതിനെ ഡെസിമലാക്കി മാറ്റിയത് 0 × 2 plus 1 × 2 plus 1 × 2. 0 1 2. ഇവിടെ ഫസ്റ്റ് ആൻസർ 0 ആണ് വരുന്നത്. രണ്ടാമത് എന്ത് വരും? 2 raised to 1 ആണ് ഇവിടെ വരുന്നത്. 2 raised to 1 it is 2 plus 2 raised to 0 it is 1. So the answer is 2 plus 1 is 3. So you will get the answer here 3. Then 110 എത്രയാണ്? 6 ആണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. 110 6 നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. 010 എത്രയാണ്? 010 ഇതേമാതിരി മാറ്റി നമുക്ക് 2 ആൻസർ. So your answer will be 1 5 3 6 2 to the base 8. This is your required answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അണ്ടർലൈൻ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സാറേ ഇതൊന്നും കൂടി പറയോ? ഓക്കെ, ഇതെന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഓരോ ഈ കിട്ടിയ നമ്പറിനെ റൈറ്റിൽ നിന്ന് എടുത്തിട്ട് 3 ഗ്രൂപ്പാക്കി മാറ്റി. 3 ഗ്രൂപ്പാക്കി മാറ്റി. അത് മനസ്സിലായല്ലോ? 3 ഗ്രൂപ്പാക്കി മാറ്റി. എന്നിട്ട് ഓരോ ഗ്രൂപ്പും നമ്മൾ ഇവിടെ എടുത്തെടുത്ത് എഴുതി. ഇപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് ഏതായിരുന്നു? 0 0 1. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണ്? 1 0 1. മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? 0 1 1.
നാലാമത്തെ ഗ്രൂപ്പ് ഏതാണ് 1 1 0. അഞ്ചാമത്തെ ഗ്രൂപ്പ് ഏതാണ് 0 1 0. ഇത്രയും മനസ്സിലായല്ലോ? ചോദിച്ചോളൊക്കെ മനസ്സിലായില്ലേ ഇപ്പോ? ഓക്കെ. ഇനി നോക്ക്, ഇനി ഓരോ ഗ്രൂപ്പിന്റെയും ഡെസിമൽ നമ്പർ ഏതാണ്? ഓരോ ഗ്രൂപ്പിന്റെയും ഡെസിമൽ 001 ഡെസിമൽ നമ്പർ എത്രയാണ്? അതിന് ഡെസിമൽ ആക്കി നോക്ക്. എങ്ങനെ ഡെസിമൽ ആക്കി നോക്ക്? ഡെസിമൽ ആക്കി നോക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് കുറച്ചും കൂടി അടുത്ത സ്റ്റെപ്പ് കൂടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. ഓരോന്നിനും എങ്ങനെയൊക്കെ മാറ്റണം നമുക്കറിയില്ല. അപ്പൊ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് പഠിച്ചു പോയാലാണ് ശരിയാവുന്നത്. അപ്പൊ ഇനിയിപ്പോ 001ന്റെ ഡെസിമൽ നമ്പർ എത്രയാണ്? 1. 101ന്റെ ഡെസിമൽ എത്രയാണ്? 5. അതെങ്ങനെ കിട്ടിയ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റെപ്പ്. 011ന്റെ ഡെസിമൽ നമ്പർ എത്രയാണ്? 3 ആണ്. 110ന്റെ ഡെസിമൽ എത്രയാണ്? 6 ആണ്. 010ന്റെ എത്രയാണ്? 2 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ ആൻസർ കിട്ടി? ആദ്യത്തെ ഗ്രൂപ്പ് ഇങ്ങനെയാണ് ഗ്രൂപ്പ്. ഇവിടെ നിങ്ങളുടെ കേട്ടോ ഗ്രൂപ്പ് 001 ആണ് ആദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ ഗ്രൂപ്പിന്റെ ഡെസിമൽ 1, 101ന്റെ 5, 011ന്റെ 3, 110ന്റെ 6, 010ന്റെ 2. ഈ രീതിയിൽ ആൻസർ ചെയ്യും. ഈ 2-3 ഹോംവർക്ക് കൂടെ തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. യു ടേക്ക് ദ ഹോംവർക്ക്സ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ച രണ്ടെണ്ണം, അതായത് ഡെസിമൽ ഒക്ട ടു ബൈനറി, ബൈനറി ടു ഒക്ട. അപ്പൊ നിങ്ങൾ 6 5 4 2 to the base 8, 7 1 1 7 1 0 3 6. ഈ രണ്ടെണ്ണത്തിനെയും ബൈനറി ആണ്. അതിനുശേഷം ആ ബൈനറിയെ തിരിച്ച് ഒക്ടലിനാണ്. ഇത് രണ്ട് ഒക്ടൽ നമ്പർ ആണല്ലോ. 6 5 4 2 to the base 8. കാരണം the base 8 ആണ്. So it is an octal number, you know. 71036 is also an octal number. So convert these octal numbers 1 and 2 octal numbers to binary. You will get a huge binary. വലിയൊരു ബൈനറി നമ്പേഴ്സ് കിട്ടും. അതിനെ തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് ഒക്ടയാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടണം. അപ്പൊ നിങ്ങൾ ചെയ്തത് ശരിയാണോ വേറെ ആരും ചോദിക്കേണ്ട കാര്യമില്ല. ഇഫ് യു ഗെറ്റ് ദ സെയിം ആൻസർ while you convert it back, then your answer will be right. ഈ രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ ഹെക്സാ നമ്പർ സിസ്റ്റം. ഹെക്സാ ഡെസിമൽ എന്നും പറയും, ഹെക്സാ നമ്പർ സിസ്റ്റം രണ്ടും പറയും. എന്താണ് ഈ ഹെക്സാ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞത്? ഇവിടെ ബേസ് 16 ആണ്. 16 ബേസ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന്. 16 ആണ് ബേസ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ ഒരു ഡെസിമലിൽ നിന്ന് എങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ഹെക്സ ആക്കാൻ പറ്റും, എങ്ങനെ ഒരു ഹെക്സാ നമ്പറിനെ തിരിച്ച് ഡെസിമൽ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ തിരിച്ച് എങ്ങനെ ഹെക്സയെ ബൈനറി ആക്കാൻ പറ്റും, ബൈനറി തിരിച്ച് എങ്ങനെ ഹെക്സ ആക്കാൻ പറ്റും, ഹെക്സയെ എങ്ങനെ ഒക്ട ആക്കാൻ പറ്റും, ഒക്ടയെ എങ്ങനെ ഹെക്സ ആക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. 170 ഇത് ഏത് നമ്പറാണ്? ഡെസിമൽ നമ്പർ. കാരണം നമ്മൾ ബേസ് എഴുതിയിട്ടില്ല. ബേസ് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് എങ്ങനെ നമ്പർ മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഹെക്സയെ എങ്ങനെ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹെക്സാ ടു ഡെസിമൽ ടു ഹെക്സ നമ്മൾ ചെയ്യാൻ പോകും. എങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ഹെക്സയാക്കി മാറ്റാൻ പറ്റും? ഇപ്പൊ നമുക്ക് കാണാനുള്ള 170 എന്ന നമ്പർ 170 എങ്ങനെ ഒരു ഹെക്സാ നമ്പറാക്കി മാറ്റാൻ സാധിക്കും? ഇതാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കിയത്? ഹൗ യു കൺവേർട്ടഡ് എ ഡെസിമൽ നമ്പർ ഇൻടു ഒക്ടൽ നമ്പർ? എങ്ങനെയാക്കി മാറ്റിയത്? ടു കൺവേർട്ട് എ ഡെസിമൽ നമ്പർ, ലിസൺ വെരി കെയർഫുള്ളി, ടു കൺവേർട്ട് എ ഡെസിമൽ നമ്പർ ടു എ ബൈനറി നമ്പർ, യു ഡിവൈഡഡ് ബൈ 2, then again divided by 2, divided by 2, divided by 2 until you get 1. ആ ഒന്ന് കിട്ടുന്നവരെ ഡിവൈഡ് ചെയ്ത് പോകും. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് പോകും. Then how you converted decimal number into octal number? You converted by 8, then divided by 8, then again divided by 8, again divided by 8. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഹെക്സയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? You have to divide it by
16. സിമ്പിൾ ആയ കൺസെപ്റ്റ്. ബൈനറിയിലേക്ക് മാറ്റാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു, ഒക്ടയിലേക്ക് മാറ്റാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു, ഹെക്സയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇത് 10 പ്രാവശ്യം 106. ബാക്കി എത്ര ഉണ്ട്? റിമൈൻഡർ എത്ര ഉണ്ട്? 10 കിട്ടും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം 16-നേക്കാളും കുറഞ്ഞൊരു സംഖ്യ ഇവിടെ കിട്ടിയത്. സോ യു ക്യാൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ എങ്ങനെ എഴുതും? പഴയ പോലെ തന്നെ 10 10 എന്ന ആൻസർ. ഇത് ഡെസിമൽ നമ്പർ, ഇത് ഹെക്സാഡെസിമൽ നമ്പർ, ബേസ് 16 എഴുതും. ഈ പ്രോബ്ലം ഇവിടെ നിൽക്കട്ടെ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് വേറെ ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. 158. 162 നോക്കാം. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 10 പ്രാവശ്യം പോവും, റിമൈൻഡർ എത്ര വന്നു? 2 വന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ യുവർ ആൻസർ ഈസ് ഹിയർ 102 ടു ദി ബേസ് 16. ഇവിടെ ഈ രണ്ട് പ്രോബ്ലം നോക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്ന എനിക്കും ഇത് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 10 2 ആണ്, ഇത് ഇവിടെ മനസ്സിലാവും. ഇത് 10 10 ആണ് ഇവിടെ മനസ്സിലാവും. ഇത് മനസ്സിലാച്ചാൽ നമ്മൾ ഒരിക്കലും ആൻസർ ഇങ്ങനെയല്ല എഴുതുന്നത്. 10 10 ഇങ്ങനെയല്ല എഴുതുന്നത്. നമ്മൾ ആൻസർ ഇങ്ങനെയാണ് എഴുതുന്നത്, തുടർച്ചയായിട്ട് എഴുതുന്നത്. അപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക് ഇത് 1010 ആണോ, ഇത് 102 ആണോ, അതോ 10 2 ആണോ, അതോ 102 എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടി, ആ പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, റിമൈൻഡേഴ്സ് വരുമ്പോഴല്ലോ, റിമൈൻഡേഴ്സ് ഇവിടെ എത്രയെങ്കിലും 10 ആണ് കിട്ടിയത്. റിമൈൻഡർ 10 ആണെങ്കിൽ അതിന് പകരം എ എന്ന് എഴുതും. 11 ആണെങ്കിൽ ഇറ്റ് ഇസ് ബി, 12 ഇറ്റ് ഇസ് സി, 13 ഇറ്റ് ഇസ് ഡി, 14 ഇറ്റ് ഇസ് ഇ, 15 ഇറ്റ് ഇസ് എഫ്. റിമൈൻഡർ എന്ന് പറഞ്ഞ ശിഷ്ടം 16 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയേ വരുള്ളൂ? 15 വരെ മാക്സിമം വരും. 16 ശിഷ്ടം വരുമോ? വരില്ല. 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഏത് വരെ വരുള്ളൂ? 7 വരെ വരുള്ളൂ. 2 കൊണ്ട് ശിഷ്ടം ഹരിക്കുമ്പോൾ ശിഷ്ടം ഏത് വരെ പരമാവധി വരുള്ളൂ? 1 വരുള്ളൂ. അതുപോലെ തന്നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പരമാവധി എന്തേ വരുള്ളൂ? 15 വരെ വരുള്ളൂ. അപ്പൊ 15 വരെ ശിഷ്ടം വന്നാൽ നമ്മൾ എന്താ ആൻസർ എഴുതുക? ഇവിടെ നോക്കിയോ, 10 എന്ന് വരും. അപ്പൊ 10 എന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ 10 ഇങ്ങനെയല്ല എഴുതുക, അതിന് പകരം ആൻസർ എങ്ങനെ എഴുതുക? എ എന്നാണ് എഴുതുക. 16. ഇവിടെ എങ്ങനെ ആൻസർ എഴുതും? 10 2 എന്നല്ല ആൻസർ എഴുതുക. എന്താ ആൻസർ എഴുതുക? A2 എന്നാണ് ആൻസർ. ഇത് മനസ്സിലാവാൻ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നന്നായി നല്ല ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 60 2 16 32 2 പ്രാവശ്യം പോകും, ബാക്കി 32 2 പ്രാവശ്യം പോകും. 0 ആണ് റിമൈൻഡർ. ഹരിക്കാൻ ശരിക്കും അറിയണം കേട്ടോ. നമുക്ക് അറിയാത്തവരൊന്ന് ക്ലിയർ ആക്കിക്കോ. ഹരിക്കാൻ അറിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഹരിക്കാനെന്ന് അറിയാം, കാരണം 16 കൊണ്ടായിരിക്കേണ്ടത്. ഇതിന് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം പറയാം, കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാമിനേഷന് യു കോൺ യൂസ് ദ കാൽക്കുലേറ്റേഴ്സ്. സോ 2 16 32, ബാക്കി 33 32 16 2 16 32 ശിഷ്ടം 0. എഗെയിൻ ഡിവൈഡ് ബൈ 16. ഒരു 16 16, ബാക്കി ശിഷ്ടം 6. Now you can stop and you take the answer like this 160. ഇവിടെ നമ്മൾ എടുത്തെഴുതുന്ന 160 എന്നാണ്. അപ്പൊ അത് അതേമാതിരി തന്നെ എടുത്ത് എഴുതാൻ പറ്റും. നേരത്തെ ഇവിടെ ആൻസർ എന്തൊക്കെയാണ്? 10 ശിഷ്ടം എന്താ വന്നത്? 10 ആണ് വന്നത്. ഇവിടെ എന്താ വന്നത്? 10 വന്നു. അതുവരെ 15 വരാം, 14 വരാം. ആ സമയത്ത് നമ്മൾ ഇവിടെ എടുത്തെഴുതുന്ന സമയത്ത് എന്ത് എഴുതണം? 10 ആണ് വന്നെങ്കിൽ എ എന്ന് എഴുതണം, 11 ആണ് വന്നെങ്കിൽ അതിന് ബി എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഒന്നാമത്തെ പ്രോബ്ലം ആയിട്ട് ഇതൊന്ന് എഴുതിയിട്ടുള്ളൂ. അതായത് ഡെസിമൽ ടു ഹെക്സ എന്നുള്ള കൺവേർഷൻ ആദ്യത്തെ പ്രോബ്ലം ആയിട്ട് ഇത് എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത പ്രോബ്ലം ഞാൻ തന്നെ. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ഇത് എഴുതിയെടുക്കാം. എ 10, ബി 11, സി 12, ഡി 30, ഇ 40, എഫ് 50.
ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നമുക്ക് കാര്യം ചെയ്യാം. 686 ചെയ്തു 686 എങ്ങനെ ആൻസർ? അതിനെന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 16. 4 16 64, 46 2 12 2 16 32, ബാക്കി 14 ആണ് ശിഷ്ടം കിട്ടുന്നത്. എഗെയിൻ ഡിവൈഡ് ബൈ 16. 2 16 32, ശിഷ്ടം എത്ര കിട്ടി? 10 കിട്ടി. 2 16 32, ബാക്കി ശിഷ്ടം 10. ഇതിനെ എങ്ങനെ നമ്മൾ എഴുതും? ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 2. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇതിന് എങ്ങനെ എഴുതാൻ പാടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ എഴുതുന്ന ആൻസർ ആയിട്ട് 2 എന്നുള്ളത്. പിന്നെ ഈ 10 എന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എ എന്ന് എഴുതും. അടുത്തത് 14 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 14ന് പകരം നമ്മൾ എന്ത് എഴുതും? ഇ എന്ന് എഴുതും. സോ ദ ആൻസർ ഈസ് 2A. ഈ നേരത്തെ ഞാൻ തന്ന പ്രോബ്ലം ചെയ്തു 170 എന്ന പ്രോബ്ലം ചെയ്തു. രണ്ടാമത്തത് 170 പ്രോബ്ലം ചെയ്ത് നമുക്ക് ആൻസർ എടുക്കുന്നു പറയും. ആ ചാറ്റ് ബോക്സിലൂടെ ഒന്ന് ആൻസർ ചെയ്യും. 170 ചെയ്തിട്ട് എത്ര ആൻസർ എടുക്കുന്ന ചാറ്റ് ബോക്സിലൂടെ ആൻസർ ചെയ്യും. യെസ്, ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാരും ചാറ്റ് ബോക്സ് തന്നു. a to the base 60. ബേസ് എഴുതുന്ന സമയത്ത് താഴെ വേണം എഴുതാൻ. അത് നമുക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. എയുടെ കൂടെ തന്നെ ഒരേ വലുപ്പത്തിലായിരിക്കും എക്സാം എഴുതുമ്പോൾ a to the base 60. നിങ്ങളൊരു കാര്യം ചെയ്യുക, 2-3 ഈ സെക്ഷനിലെ കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ തിരിച്ചൊരു ഹെക്സയെ തിരിച്ചെങ്ങനെ ഡെസിമലാക്കി മാറ്റാൻ പറ്റും? ഇത് നമ്മൾ അടുത്ത് അടുത്ത ടോപ്പിക് എങ്ങനെ ഒരു ഹെക്സയെ ഡെസിമലാക്കി മാറ്റാൻ പറ്റും. ഹെക്സ ടു ഡെസിമൽ. എങ്ങനെ നമ്മളൊരു ഒക്ടേ ഡെസിമലാക്കി, എങ്ങനെ നമ്മളൊരു ബൈനറി ഡെസിമലാക്കി. ബൈനറി ഡെസിമലാക്കാൻ × 2 × 2 × 2 എന്നിട്ട് പവർ ഇട്ട് പോകും. ഒക്ടലിനെ ഡെസിമലാക്കാൻ ചെയ്ത് × 8 × 8 × 8 പവർ ഇട്ട് പോകും. അപ്പം നാച്ചുറലി ഇവിടെ എന്തായിരിക്കും? × 16 × 16 × 16 പവർ ഇട്ട് പോകാൻ മതി. അപ്പം നമുക്കൊരു വേറെ എക്സാമ്പിൾസ് നോക്കണം. ഇപ്പം നമ്മൾ ചെയ്തിരുന്നു 352 എന്ന് പറഞ്ഞ നമുക്ക് ജസ്റ്റ് മുന്നിൽ ചെയ്തത് 352 എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ നമുക്ക് മാറ്റിയപ്പോൾ എന്ത് കിട്ടി? 160 എന്നുള്ള നമ്പർ കിട്ടി. അപ്പൊ എന്ത് വേണം? ഈ 160നെ നമ്മൾ തിരിച്ച് ഡെസിമൽ ആക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇത് കിട്ടണം. അങ്ങനെയാണല്ലോ അത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിനൊന്നും മാറ്റില്ല. അപ്പൊ 160 എന്നുള്ള ഈ ഹെക്സാ ഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ ഒരു ഡെസിമൽ നമ്പറാക്കി മാറ്റാൻ പറ്റും? അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, 1 × 16 + 6 ×
16 plus 0 into 16. So 0, 1, 2. 16 square എത്രയാണ് 56 plus 6 into 16 raised to 1. 16 raised to 1 means 16. 16 into 6 96 വരും plus 0. രണ്ട് കൂട്ടി നോക്കൂ 352 നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് വേറെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് ചെയ്തുതരാം. 686 നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ആക്കി നമുക്ക് എന്ത് കിട്ടി? 2AE കിട്ടി അല്ലേ? അപ്പൊ ചോദിക്കുന്നതാണ് 2AE എങ്ങനെ ആക്കാൻ പറ്റും? 2AE എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹെക്സയെ നമുക്ക് ഡെസിമൽ ആക്കി മാറ്റണം. എങ്ങനെ ആക്കാൻ പറ്റും? നമ്മളെ നമ്പർ 2AE ആണ്. എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? 2 into 16 പ്ലസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ് നമുക്കറിയാം. 10 into 16 പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 into 16. പവേഴ്സ് ഇട്ടോളൂ 0, 1, 2. ഇതിനെ ചെയ്യുകയാണെങ്കിൽ 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into പ്ലസ് 10 into 16 പ്ലസ് 14 into 16 raised to 0 is 1. ഇവിടെ എന്ത് കിട്ടും? 512 പ്ലസ് 160 പ്ലസ് 14. 2 into 212 56 വരുന്നത് 512 ആണ്. 10 into 16 വരുന്നത് 160 ആണ്. 14 into 1 വരുന്നത് 14 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2, 4, 6, 6, 7, 8, 684 കണ്ടോ? നമ്മൾ 686. അപ്പൊ 686നെ ഹെക്സാഡെസിമൽ ആക്കിയപ്പോൾ നമുക്ക് 2AE കിട്ടി. അപ്പൊ അതിനെ തിരിച്ച് ഡെസിമൽ ആക്കി നമുക്ക് എന്ത് കിട്ടണം? 686 കിട്ടിയിരിക്കണം. ഇത്രയേ ഉള്ളൂ വഴി. പ്രോബ്ലം ഉള്ളൂ. ഇതൊന്നും ചെയ്തു. നിങ്ങൾക്ക് കുറച്ച് വർക്ക് തരാം. കാര്യം ചെയ്യുക. 464 അതായത് നിങ്ങളുടെ ഡെസിമൽ ടു എക്സാക്ട് 464 ടു 539 766 85 392. ഈ 5 എണ്ണവും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഹെക്സ ആക്കി മാറ്റണം. എന്നിട്ട് തിരിച്ച് ആ ഹെക്സ എന്ത് ചെയ്യുക? ഡെസിമൽ ആക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വേറെ വീട്ടിൽ അന്വേഷിക്കേണ്ട. ഇത് തിരിച്ചിങ്ങോട്ടാക്കി തന്നെ കിട്ടണം. നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറ്റിയതോ ഇങ്ങോട്ട് മാറ്റിയതോ ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് വരെ ചെയ്യാം. ഇതെല്ലാം ഞാൻ ഈ തരുന്ന ഒന്നും നിങ്ങൾ എനിക്ക് നോട്ടിൽ വാട്സപ്പ് ഒന്നും അയച്ചു തരണ്ട. നോട്ട്സിൽ ഉണ്ടായിരിക്കണം. ഒരു ദിവസം പ്രിൻസിപ്പൽ മെസ്സേജ് അയക്കും. ഇതുവരെ ചെയ്ത എല്ലാ വർക്കും നോട്ട്സ് കംപ്ലീറ്റ് ആക്കി വരാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ സെക്കൻഡ് ഇയേഴ്സിനോടൊക്കെ അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. അവർ വന്ന് കാണിച്ചു തന്നു. അതുപോലെ തന്നെ നിങ്ങളോടും വന്നിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്ക്സും കാണിക്കാൻ വേണ്ടിയിട്ട് നോട്ട്സും ബാക്കി എന്തൊക്കെ വർക്കുകളുണ്ടോ അതെല്ലാം കാണിക്കാൻ വേണ്ടി നിങ്ങളോട് പറയും. ആ സമയത്ത് നിങ്ങൾ അതെല്ലാം വന്നിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ആ ദിവസത്തേക്ക് എഴുതാൻ വേണ്ടി നിൽക്കണ്ട. ആ ദിവസത്തേക്ക് നിങ്ങൾ എഴുതാൻ വേണ്ടി നിൽക്കണം. നിങ്ങൾ ഇപ്പൊ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. എല്ലാവരും ആ ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കും. അതിന് നിൽക്കണ്ട. ഓരോ ദിവസം തരുന്ന നോട്ട്സ് എല്ലാ സബ്ജക്റ്റും അതാത് ദിവസങ്ങളിൽ ഫിനിഷ് ചെയ്ത് പോകുന്നു. ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലംസ് ഇതില് എല്ലാം ഇത് പറഞ്ഞ പോലെ ഡെസിമൽ ഹെക്സ ചെയ്യുക, ഹെക്സാ ഡെസിമലും ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ നോക്കാൻ പോവുകയാണ്. എങ്ങനെ ഒരു ഹെക്സയിൽ നിന്ന് ബൈനറി ആക്കാൻ സാധിക്കും.
അതൊക്കെ വളരെ സിമ്പിൾ ആട്ടോ. ഹെക്സാ ടു ബൈനറി. എങ്ങനെ ഹെക്സാ ടു ബൈനറി ആക്കാൻ സാധിക്കും? നമുക്കൊരു ഒരു ഹെക്സാ നമ്പർ എടുക്കാം. 3A2 to the base 16. ഇത് ബേസ് 16 കണ്ടാൽ നമുക്ക് മനസ്സിലായി 3A2 എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറാണ്. നമ്മൾ ഒക്ട എങ്ങനെ ബൈനറി ആക്കിയത്? ഓരോരോ നമ്പർ എടുത്തു, എന്നിട്ട് ഓരോന്നിൻ്റെയും ബൈനറി എഴുതി അത് 3 ഗ്രൂപ്പാക്കി. അതുപോലെ തന്നെയാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ. എന്താണെന്ന് പറഞ്ഞില്ല. 3A2 3 നമ്പറാണുള്ളത്. 3A2 3ന്റെ ബൈനറി എത്രയാണ്? 1 1. എയുടെ ബൈനറി എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. എയുടെ ബൈനറി എത്രയാണ്? അപ്പൊ 10ന്റെ ബൈനറി എത്രയാണ്? 10ന്റെ ബൈനറി ആക്കാൻ അറിയില്ലെങ്കിൽ, ആക്കിയത് ഓർമ്മയില്ലെങ്കിൽ ചെയ്തോളാം. 10ന്റെ ബൈനറി എത്രയാണ്? 1010. 2ന്റെ ബൈനറി എത്രയാണ്? ഇറ്റ് ഈസ് 10. നമ്മൾ നേരത്തെ നോക്കിയത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 2 ഡിജിറ്റ് മാത്രം, 2 അക്കങ്ങളെ വരുള്ളൂ. ഇവിടെ 1 2 3 4 അക്കങ്ങൾ, ഇവിടെ 2 അക്കങ്ങൾ. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ ഗ്രൂപ്പിലും 4 മിനിമം ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ 2 ഉണ്ട്. സോ മേക്ക് 2 zeros to make it a 4 number. ഇവിടെ put 2 zeros left. ഇത് നിങ്ങൾ ആൻസർ എടുത്തത് 0 0 1 1 1 0 1 0 0 0 1 0. ആൻസർ കഴിഞ്ഞു. അപ്പൊ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് 2 0 വന്നുകൊണ്ട് അതിന് വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 1 1 0 1 0 0 0 1 0. അപ്പൊ ഇത് നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ 2 0 ലെഫ്റ്റ് ആയിട്ടുള്ള അവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾക്ക് ആൻസർ എഴുതാം. 12 എണ്ണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടായി. കാരണം ഓരോന്നിലും 4 ഗ്രൂപ്പാണ് ഉണ്ടാവുന്നത്. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. BC 7 4. ഇതിന് നമുക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് ഓരോന്നും ഓരോ നമ്പർ എടുത്ത് എഴുതുക. BC 7 4. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ്. 11ന്റെ ബൈനറി എത്രയാണ്? മാറ്റി നോക്കുക. 11ന്റെ ബൈനറി നിങ്ങൾ മാറ്റുന്ന സമയത്ത് എന്ത് കിട്ടും? 1011 കിട്ടും. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അതിന്റെ ബൈനറി മാറ്റി നോക്കുക. 12നെ മാറ്റി നോക്കിയാൽ നോക്കിയോ? 12 6 0 again 3 0 1 ആക്കി മാറ്റുമ്പോൾ 1 1 0 0 is 1 1 0 0. ഈ 7ന്റെ ബൈനറി എത്രയാണ്? നോക്കി നോക്കിയിട്ട് 1 1 1. 4ന്റെ ബൈനറി എത്രയാണ്? 1 0 0. ഇനി നിങ്ങൾ ഈ ഗ്രൂപ്പുകളൊക്കെ നോക്കി നോക്കുക. ഇവിടെ 4 അക്കമുണ്ട്, ഇവിടെ 3 അക്കയുള്ളൂ, ഇവിടെ 4 അക്കമുണ്ട്, ഇവിടെ 3 അക്കയുള്ളൂ, ഇവിടെ 3 അക്കയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 4 ആക്കാൻ വേണ്ടി put a 0 in the left side. Here also put a 0 in the left side. Now all these are became 4 number. Now you write the answer. Your answer is 1 0 1 1 1 0 1 1 0 0. Then 0 1 1 1 0 1 0 0. Now this is the answer. Very good.
ഇനി നമുക്ക് അടുത്ത, അതായത് എങ്ങനെ ഒരു, ഇപ്പം നമ്മൾ ഹെക്സയുടെ ബൈനറി ആക്കി, ഇനി ബൈനറിന്ന് എങ്ങനെ ഹെക്സ ആക്കാൻ പറ്റും. അടുത്ത ഇതൊക്കെ എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. നിങ്ങൾ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്കായിരുന്നു. പക്ഷെ കൺഫ്യൂഷൻ ആയി പോരുത്. കുറെ കൺഫ്യൂഷൻ. ഈസി ആയിട്ട് മാത്സ് പോലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ പല ആൾക്കാരും കിട്ടാറില്ല. കുറച്ച് ആൾക്കാർ മാർക്ക് ചെയ്താൽ സക്സസ്ഫുൾ ആവാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺഫ്യൂഷൻ വരുന്നുണ്ട്. എങ്ങനെ ഒരു ബൈനറി ഹെക്സയ്ക്ക് മാറ്റാൻ പറ്റും? സപ്പോസ് 101 ഇതാണ് നമ്മുടെ ബൈനറി എന്ന് വെച്ചാൽ. ഈ ബൈനറിയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? ആദ്യം നോക്കണം എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? ഹെക്സ ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഒക്ട ആക്കി മാറ്റിയത് എങ്ങനെയായിരുന്നു? ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കി മാറ്റി. ഇവിടെ എത്ര ഉള്ള ഗ്രൂപ്പ് ആക്കണം? 4 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കണം. സോ ഫസ്റ്റ് 4, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 4, ദെൻ നെക്സ്റ്റ് 4. അപ്പൊ ചിലപ്പോൾ ഇവിടെ ഇല്ലാണ്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 0 ചേർത്തിട്ട് അതിന് നെക്സ്റ്റ് 4 ആക്കി. ഇവിടെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് 4 ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? We take each to 1 0 1 1. The next one is 0 0 1 0. അടുത്ത ഗ്രൂപ്പ് 1 1 0 0. അടുത്ത 0 1 0. Yo yo. 1 0 1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ exactly we follow the very same step from the octal step. ആ octal എങ്ങനെ ആക്കി അതുപോലത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യുന്നു. 1 0 1 1 നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എത്രയാണ് കണ്ടു? 1 0 1 1 ഡെസിമൽ എത്രയാണ് ആലോചിച്ചു നോക്കും. നമ്മുടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും എത്രയാണുള്ളത്. അത് ആൻസർ വരുന്നത് 11 ആയിരിക്കും. എങ്ങനെ ഈ 11 കിട്ടുന്നത്? ഇവിടെ കാണിച്ചത് 1 0 1 1. അതിന്റെ ഡെസിമൽ എങ്ങനെ? 1 × 2 പ്ലസ് 0 × 2 പ്ലസ് 1 × 2 പ്ലസ് 1 × 2. 0 1 2 3. 2 raised to 3 is 8 plus 0, ഇവിടെ 2, ഇവിടെ 1. 2 raised to 0 is 1, 1 into 1, so it is 11. 11 എഴുതാൻ പാടില്ല. 11 ആവുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നൊട്ടേഷൻ എത്രയാണ്? 3 ആണ് വരുന്നത്. 0 0 1 0 it is 2. 1 1 0 0 1 1 0 0 എന്ന് നമുക്കറിയാം ഇത് 12 ആണ്. 12 എന്ന് പറഞ്ഞാൽ സി. നമ്മൾ ഇതേമാതിരി ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 12 എന്ന് കിട്ടും. 12ന് സി ഹെക്സാഡെസിമലിന്റെ സിമ്പൽ എത്രയാണ്? സി ആണ്. It is 0 1 0 1. It is 5. So our answer is B 2 C 5 to the base 60. That's the answer. I will do one more example here. 1 1 1 0 0 0 1 1 1 1 0 1. ഇതാണ് കേട്ടത്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 4 മെമ്പർ. ഫസ്റ്റ് 4, then next 4, then next 4. ഗ്രൂപ്പിൽ ശ്രദ്ധിക്കണം കേട്ടോ, മാറി കൂടി പോയത്. Here there are only 3, 0 0 1 error. So you put a 0 here to make it as 4. Now take each group. 0 1 0 0. Next one 0 1 1 1. 1 0 0 0 1 1 0 1 1 1 1 0. 0 1 0 0 എത്രയാണ് ആൻസർ വരിക? ഇറ്റ് ഈസ് 4. നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും 4. 0 1 1 1 ഇറ്റ് ഈസ് 7. 1 0 0 0 ഇറ്റ് ഈസ് 8. 1 1 0 1 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 13. 13 എന്ന് എഴുതാൻ പാടില്ല. 13ന്റെ സിമ്പൽ എത്രയാണ്? ഇറ്റ് ഈസ് ഡി. സി ആണ് 12, ഡി ആണ് 11. 1 1 1 0 ഇറ്റ് ഈസ് 14. അതാണ് ഇ. എങ്ങനെയാണ് ഈ 1 1 0 1 എന്നുള്ളത് നിങ്ങൾക്ക് 13 കിട്ടിയത്? നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 × 2 പ്ലസ് 0 × 2 പ്ലസ് 1 × 2. 0 1 2 3. 8 plus 4 plus 0 plus 1 is 13. ആ 13 ആണ് ഇവിടെ വന്ന 13ന് പകരമാണ് നമ്മൾ ഡി എഴുതിയത്. സോ യുവർ ആൻസർ വിൽ ബിക്കം
4, 7, 8, D and E. അപ്പോൾ ഇത്രയും വലിയ ഈ ബൈനറി നമ്പറിന്റെ തുല്യമായ ഈക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പറാണ് 478DE. അപ്പോൾ ഞാൻ ചെയ്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് യു ഗ്രൂപ്പ് ഫ്രം ദ റൈറ്റ് സൈഡ്. Here this one, here this one, this one, this one, this one, this one. Then take each one. ഇത് എന്ന് എഴുതിയത്. ഇത് കഴിഞ്ഞ് ഇതിൽ പോയിന്റ് വന്നാൽ എങ്ങനെയാണെന്നുള്ള ഉറപ്പ് നോക്കാം. ഇതിൽ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ ഇപ്പൊ തന്നെ കുറെ ഡൗട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലാസ് നീങ്ങാൻ ബുദ്ധിമുട്ടാവും. ഡാറ്റ നിങ്ങൾ കുറെ ചിലവാകും. ഇത് തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ അത് കയ്യിൽ കിട്ടും. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ഒരു കുഴപ്പമില്ല. നമുക്ക് എത്ര സംശയമാണെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതിൽ തന്നെ നമ്മളുടെ പോർഷൻ നീങ്ങില്ല. അത് നമുക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആഴ്ച ഒരു മണിക്കൂർ സെഷൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡൗട്ട് ഇതിൽ നമുക്ക് കൂടെ ക്ലിയർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിലൂടെ നിങ്ങൾക്ക് വരാം. നമുക്കത് ക്ലിയർ ചെയ്യാം. യൂട്യൂബിന്റെ ലിങ്ക് ഗ്രൂപ്പ് ഒക്കെ ഇടുവോ? ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ചെയ്യും പ്രാവശ്യം. നമുക്കിനി ഇതിന്റെ തന്നെ പോയിന്റ് വന്നാൽ എങ്ങനെയിരിക്കും നമുക്ക് അതും കൂടെ നോക്കാം. ഒരു കാര്യം നോക്കാം. 1 0 0 1 1 0 1 0 1 0 0 0.11010101 നമ്മൾ ഒറ്റയിൽ ചെയ്തിട്ടില്ല. ഇത് രണ്ടും ഒരേപോലെ ആയതുകൊണ്ടാണ് ഒന്നിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുകൂടെ നമ്മൾ പോയിന്റ് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യും? കഴിഞ്ഞ ദിവസം ഒരു വ്യത്യാസമില്ല. ഇവിടെ നിങ്ങളുടെ 4 ഗ്രൂപ്പ് ആക്കുന്നു. നെക്സ്റ്റ് 4, ദെൻ നെക്സ്റ്റ് 3, ഇവിടെ 0 4 ആകും. ഇവിടുന്ന് അങ്ങോട്ടും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പോയിന്റിന്റെ ഇപ്പുറത്ത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഗ്രൂപ്പ് ചെയ്തത്. ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് 4, ദെൻ നെക്സ്റ്റ് 4. ഇവിടെ ഒരു 1 ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലേ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? 2 എന്നുള്ള എഴുതണം. അപ്പൊ ഈ 1 ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒറ്റ ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇനി 0 എവിടെ ഇട്ടു? പോയിന്റിന്റെ അപ്പുറത്താണെങ്കിൽ യു പുട്ട് ദ 0 ലൈക്ക് ദിസ്. അപ്പൊ ഇവിടെ എന്തായി? ഷാബിൻ ഷറഫ്, put your mic off. ഇടയ്ക്കിടയ്ക്ക് അത് ഓൺ ആവുന്നുണ്ട്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഗ്രൂപ്പ് എടുക്കുക. 0 1 0 0 1 1 0 1 0 1 0 0 then 1 1 0 1 0 1 0 1 1 0 0 0. ഓരോന്നിന്റെയും ഡെസിമൽ നമ്പർ എത്രയാണ്? 1 0 0 0 it is 4. 1 1 0 1 നമ്മൾ പറഞ്ഞു നേരത്തെ 13 നമുക്ക് കിട്ടി. 13 പകരം we have to write D. It is 1 0 0 it is 4. 1 1 0 1 it is 13. We will write a D. Here it is 1 0 1 it is 5. 1 0 0 it is 8.
So you will write the answer like here 4D4 and a point D58 is the answer. ഇതാണ് ഇതിന്റെ ഈ ബൈനറിയുടെ ഹെക്സാഡെസിമൽ ഹെക്സയാക്കി മാറ്റുമ്പോൾ കൺവേർട്ട് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ ഒക്ടയാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇതിനെ ഒക്ടയാക്കിട്ടാ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യാല്ല. ഇവിടെ 4 എണ്ണത്തിന് വരെ 3 എടുത്താൽ മതി. ഗ്രൂപ്പിംഗ് ഒക്കെ സെയിം ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, then നെക്സ്റ്റ് 3, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 3 എടുക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇവിടെ നിന്ന് 3. ബാക്കി അങ്ങോട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് പോയിന്റിന്റെ അപ്പുറത്ത്, ഇവിടെ പോയിന്റ് അപ്പുറത്ത് എന്ത് ചെയ്തു അതിന്റെ നേരെ ഓപ്പോസിറ്റ് പോയിന്റ് അപ്പുറത്ത് നിന്ന് 0 അപ്പുറത്ത് എന്നിട്ട് ഇതേമാതിരി എഴുതി ഗ്രൂപ്പ് ചെയ്ത് ആൻസർ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇനി വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ ഇനി ഒരു ഹെക്സ എങ്ങനെ ആക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ 753.2C. ഇതിനെ എങ്ങനെ ബൈനറി ആക്കാൻ പറ്റും? നമ്മൾ ആദ്യം ചെയ്തത് പോയിന്റ് ഇല്ലാത്ത നമ്മൾ ചെയ്ത പോയിന്റ് ഉള്ളത് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി അതിലോ ചിലപ്പോൾ അങ്ങനെ സംശയം വരണ്ടാച്ചാണ് ചെയ്യുന്നത്. ആദ്യം എന്താ ചെയ്യേണ്ടത്? 753.2C. ഇനി ഓരോന്നിന്റെയും ബൈനറി എടുത്തെഴുതുക. 7ന്റെ ബൈനറി എത്രയാണ്? 111 ആണ്. 5ന്റെ ബൈനറി ഇറ്റ് ഈസ് 101 ആണ്. 3യുടെ ബൈനറി ഇറ്റ് ഈസ് 11. 2ന്റെ ബൈനറി ഇറ്റ് ഈസ് 10. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 12. അതിന്റെ ബൈനറി 1100. ഇതൊക്കെ ഹെക്സയിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 4 ഉള്ള ഗ്രൂപ്പ് ആകണം. ഇവിടെ 3 എണ്ണേ ഉള്ളൂ. സോ put a 0 here. Here 3, only 3. Put a 0 here. Here only 2. So put 2 zeros here. Here also put 2 zeros here. ഇവിടെ 4 ഉണ്ടോ? നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും പറയും. The answer is 0111 0101 0011 പോയിന്റ്. കാരണം 757 കഴിഞ്ഞ പോയിന്റ് ആണ്. പോയിന്റ് 2ന്റെ എത്ര വരുന്നത്? 00101100. ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഒക്ടൽ നമ്പർ തരാറുണ്ട്. നിങ്ങൾ ഇതേ സ്റ്റൈൽ ചെയ്തു. ഓക്കെ, എഴുതിക്കോളൂ. തരുന്ന എല്ലാ നോട്ട്സും എല്ലാ പ്രോബ്ലംസും കറക്റ്റ് നോട്ട്സിൽ ഉണ്ടായിരിക്കണം. So take some homeworks for you. 3782 point F3 to the base 16. 4 9 3 5 to the base AC 16. ഇതിനെ രണ്ടിനെയും അതിനെ ബൈനറി ആക്കി മാറ്റും. ഓക്കെ, ഈ രണ്ടെണ്ണം. So it is high time to stop our class. Now 1 hour has gone. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.